ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രത്യേകതരം ഡിഷുമായിട്ടാണ്. ഒരു വെറൈറ്റി ഡിഷാണ്. നിങ്ങൾ ഇതിനു മുൻപ് ഇത് കണ്ടിട്ടുണ്ടാകുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ എൻ്റെ പിറന്നാളിന് സ്പെഷ്യലായിട്ടുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് നമുക്ക് ആവശ്യമായിട്ട് 2 സവാള, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 2 തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ മല്ലിയില ആവശ്യത്തിന്. കറിവേപ്പില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കറിവേപ്പില യൂസ് ചെയ്യൂ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അരിഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ചിക്കൻ ഇടും. ചിക്കൻ ഇത് ഞാൻ എടുത്തു വച്ചേക്കുന്നത് ചിറകില്ലേ, നമ്മുടെ കോഴിയുടെ ചിറക് ഞാനത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഇത്രയും ചിക്കനൊന്നും യൂസ് ചെയ്യാൻ പോകുന്നില്ല. കുറച്ച് ചിക്കൻ, ഒരു 4 കഷ്ണം ചിക്കനൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുത്തു, പക്ഷേ അത് തലതിരിഞ്ഞു പോയി. അതാണ് ഈ തലതിരിച്ച് കാണുന്നത് കേട്ടോ. പക്ഷെ ഞാനത് ഉണ്ടാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എടുത്തു വെച്ച ഐറ്റംസൊക്കെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ടേ. നമുക്കതിനേക്ക് ആവശ്യത്തിന് ഒരു 1/2 ഗ്ലാസ് ബസുമതി റൈസ് കൂടെ വേണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നത് പോലെയൊക്കെ തന്നെയാണ് സവാള ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് സവാള ഇട്ട് കൊടുത്തിട്ട് ശേഷം നമ്മൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ വിശേഷം എന്താ വെച്ചാൽ എൻ്റെ പിറന്നാളിനോട് അനുബന്ധിച്ചിട്ട് അങ്ങനെ എനിക്ക് 40 വയസ്സ് പൂർത്തിയായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇത് 40 വയസ്സ് വരേക്കും ദൈവം ഈ ഭൂമിയിൽ ജീവിക്കാൻ തന്ന അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയൊരു ഐറ്റമാണിത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുപോലെ ഒരു വെറൈറ്റി ഐറ്റം അല്ലേ. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സൗണ്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ഐറ്റംസ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് ചൂടാക്കും, വഴറ്റി കൊടുക്കുക നന്നായിട്ട്. പക്ഷേ ഇത് നന്നായിട്ട് വഴറ്റി വരണ്ട. ഇനിയിപ്പോൾ ബാക്കി ഞാൻ വീഡിയോ തന്നെ പറയുന്നുണ്ട്. സൗണ്ട് കുറച്ച് കുറവാണ്. നമ്മളിത് ഉണ്ടാക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ടും കൂടെ ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കണം. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു പരിവാകുമ്പോഴേക്കും നമ്മളതിന് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളിത് കയ്യിൽ പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്. നമ്മൾ ഓരോ തിങ്സും ഇടുമ്പോൾ അതിൻ്റെ വ്യൂ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. പക്ഷേ എനിക്ക് സ്റ്റാൻഡില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഞാൻ പച്ചമുളക് ഇട്ടിട്ട് വരാം. നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് വഴങ്ങി വരട്ടെ. ഒരുപാട് അങ്ങനെ വെന്തുടയേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളിത് മസാല ഒക്കെ ഇട്ടിട്ട് ക്യാപ്സിക്കത്തിനകത്ത് നിറയ്ക്കുകയാണ് ചെയ്യണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ എന്താ പറയണ്ട, ഇതുള്ളവർ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയല്ല, വേറെ രീതിയാണ്. നമ്മൾ അറിയാമല്ലോ, നമ്മൾ കുറച്ച് എരിവും മസാലയുടെ ടേസ്റ്റൊക്കെ വേണം എന്നുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഈ ചിക്കനിൽ മാത്രമല്ല, നമ്മൾ ബീഫിലൊക്കെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇതിപ്പോൾ ഈ ഒരു പരുവം മതിയാകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്യാപ്സിക്കത്തിനകത്ത് നിറച്ചിട്ട് അത് പിന്നെ വേവിക്കും. അപ്പോഴത്തേക്കും ഈ ഒരു പരുവത്തിലൊക്കെ മതിയായിരിക്കും. നമ്മളതിന് ജസ്റ്റ് ഒരു വെന്തൊരു പരുവം, പിന്നെ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയിട്ട് നിറയ്ക്കും കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ തക്കാളി വെക്കട്ടെ. തക്കാളി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ചിട്ട് മസാലകൾ ചേർക്കാനാണ്. ഓക്കെ, നമുക്കിനി അതിലേക്ക് മസാലകൾ ചേർക്കാം കേട്ടോ. ഞാനൊരു 2 സ്പൂണ് 2 സ്പൂണെന്ന് പറയുമ്പോൾ 2 ടീസ്പൂണാണ് കേട്ടോ പൊടി ഇടുന്നത്. ഇത് ഇത്രയും ഒരു 1/2 ടീസ്പൂൺ
ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. ഇന്നൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നു കേട്ടോ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നല്ല മണമുണ്ട്. 1 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അത് മതിയാവും, കാരണം നമ്മൾ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ, അത് ഫില്ല് ചെയ്യേണ്ടതല്ലേ. ഇത്രയും തന്നെ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണുള്ളൂ മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ടിട്ട് നമുക്ക് തീ ചെറുതായിട്ട് കൂട്ടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഞാനതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതൊന്ന് മൂത്ത് വരുന്നതിലേക്കും ഒന്ന് ഇതാക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ കാണിക്കാം. എന്നിട്ട് ഞാൻ കാണിക്കാം, കാരണം പാത്രം അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നത് അതുകൊണ്ടാണ്. ഈ ഒരു സമയത്ത് നമ്മളിവിടെ ഉള്ളവർ ഈസിയാക്കൊരു സാധനം ഞാൻ ഇടുന്നുണ്ട്. ഇതിനകത്ത് കശുവണ്ടി ഇടുന്നുണ്ട് കേട്ടോ. ഇത്ര തന്നെ ഞാൻ ഇടുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ടാൽ കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കും. വറുത്ത് ചേർക്കണ്ട, ഇത് ഓൾറെഡി ചെറുതായിട്ട് റോസ്റ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടുന്നത്. അതിങ്ങനെ ഇട്ടിട്ട് ഓക്കെ, മസാല മൂത്തിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുക്കണം. ഇത് മല്ലിയില ഇതിൽ ചേർക്കാനുള്ളതാണ് കേട്ടോ. ഇത് വന്നിട്ട് കോഴിയുടെ ചിറകാണ് കേട്ടോ. ചിറക് വെച്ചിട്ട് ഞാനത് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കട്ടിയുള്ള പീസാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 4 കഷ്ണം മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, കൂടുതൽ വേണ്ട. കാരണം 2 ക്യാപ്സിക്കാണുള്ളത് നമുക്ക് അതിൽ നിറയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇതിൽ അരിയൊക്കെ ചേർക്കുമ്പോഴേ നമുക്ക് ഇത് ഓക്കെ. ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കട്ടെ. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വയ്ക്കാനുണ്ട്. ജസ്റ്റ് ഒന്ന് ഒരു കുക്കാവാനായിട്ട്, ഒരുപാടിട്ട് വേവിക്കണ്ട, ജസ്റ്റ് ഒരു കുക്കായാലും മാത്രം മതി. ഓക്കെ, ഞാനൊന്ന് ഇളക്കിയിട്ട് വരട്ടെ. ഇതൊന്ന് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കുക്കാവട്ടെ. തീ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈ മസാലയൊക്കെ ഒന്ന് കരിയും. കാരണം നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല. ഓക്കെ, ഞാനതൊന്ന് മൂടി വയ്ക്കാൻ പോകണേ. ഓക്കെ, ഇനിയിപ്പോൾ ഇത് തന്നെ ധാരാളം വെന്തത് കുറച്ച് ടൈമായി. ഓക്കെ, നമ്മളതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി എടുത്ത് ഇടാട്ടോ. അതിലേക്ക് വേവിക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് മസാല ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്ത് എത്തണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൽ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്ക് ക്യാപ്സിക്കത്തിനകത്തേക്ക് നിറയ്ക്കാനായിട്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് മല്ലിയിലൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ തീ ഓഫാക്കാം കേട്ടോ. ഇത് തന്നെ ധാരാളം. ഇതിപ്പം ഓക്കെ, നമ്മളിനിയിപ്പം മല്ലിയിലൊക്കെ നിറയ്ക്കുമ്പോഴത്തേക്ക് ശരിയാക്കാം. ഓക്കെ, വളരെ ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എപ്പോഴും ഇത് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അത്ര വളരെ ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസിന് വളരെ വ്യൂസ് കുറവാണ്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും അത്രയ്ക്കും ബാഡായിട്ട് എന്ന് വെച്ചാൽ അത്രയ്ക്കും കൊള്ളത്തില്ലാത്ത ഫുഡൊക്കെ ആയിരിക്കും. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. വളരെ ടേസ്റ്റിയുള്ള ഫുഡൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിക്കണം, കമൻറ്റായിട്ട് ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അതുപോലെ നിങ്ങൾ ഒരു തവണയെങ്കിലും അത് ഉണ്ടാക്കി നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് തരണം, നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. പിന്നെയും നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ട് വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിലേക്ക് നമ്മളിപ്പോൾ ഇത് ഇസ്രായേലിലെ ഒരു ഡിഷാണ്, ഒരു നാടൻ രീതി പോലെ അങ്ങനെ ആക്കിയിട്ട് ചെയ്യണത് കേട്ടോ. കാരണം നമുക്ക് മസാലസ് ഇല്ലാതെ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഇത് ക്യാപ്സിക്കത്തിലേക്ക് നിറയ്ക്കുന്ന രീതി കാണിച്ചു തരാം. ഈ ക്യാപ്സിക്കം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അത് കളയാൻ പാടില്ല, അത് വച്ചിരിക്കണം. കാരണം നമുക്കത് മൂടി പോലെ ഇതിൽ അടച്ചു വെക്കാനായിട്ട് ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മളിത് കട്ടാക്കിയിട്ട് അതിനകത്തുള്ള ആ ഒരു അല്ലികളില്ലേ അതെല്ലാം കളയണം. ഓക്കെ, അതിപ്പം ഞാൻ ഇത് ക്ലീൻ ചെയ്തിട്ട് വരാം കേട്ടോ.
ഓക്കെ, നമ്മളത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് അല്ലികളൊന്നുമില്ല. മൂടി ഇതാണ് കേട്ടോ. നമ്മളിത് വെച്ചിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിക്കണേ. രണ്ടിൻ്റെ അല്ലി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അത് വെക്കാനായിട്ടൊരു പാത്രം എന്ന് വെച്ചാൽ ആ 2 ക്യാപ്സിക്കം കൊള്ളുന്നൊരു പാത്രം കേട്ടോ. അങ്ങനത്തെ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മളിത് നിറച്ചിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചു. അടുത്ത പ്രോസസ്സ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാനിത് നിറച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ള് നിറച്ചിട്ടുണ്ട്. ഇത്രയ്ക്ക് അങ്ങോട്ട് നിറയ്ക്കേണ്ട കാര്യമില്ല, കുറച്ച് നിറച്ചാൽ മതി. ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കിയത് കൂടുതലായതുകൊണ്ട് അങ്ങ് നിറച്ചാണ് കേട്ടോ. അപ്പോൾ അത് വെന്ത് വരുമ്പോഴത്തേക്കും കറക്റ്റ് പാകത്തിനിരിക്കണമെങ്കിൽ നമ്മൾ എന്നാ ചെയ്യട്ടോ വെച്ചാൽ 1/4 ഭാഗം അടച്ചാൽ മതിയായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ട് കണ്ടോ, കാണാൻ നല്ല ഭംഗിയില്ലേ? ഭംഗി മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ്, ഞാനിവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചെയ്യാം. നമുക്കിത് ബേക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ബേക്ക് ചെയ്തിട്ടെടുക്കാം, പക്ഷേ മൈക്രോവനിലോ അങ്ങനെ വെച്ച്. പക്ഷെ ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. കാരണം മൈക്രോവനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. കുറച്ച് മതി. എന്നിട്ട് ചെറിയ തീയിട്ട് നമ്മൾ വേവിക്കണം. ഒരുപാട് തീ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാപ്സിക്കം വെന്ത് ഉടഞ്ഞിട്ടേ ഭയങ്കരമായി വലുതാകും. അപ്പോൾ അത് ഉടയാതെ കിട്ടണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് വേവിച്ചെടുക്കാം കേട്ടോ. പിന്നെ മൈക്രോവനിൽ വെക്കുന്നവർക്ക് അതിൻ്റെ അതനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ പിന്നെ അടുപ്പത്ത് കാണിക്കുന്നതന്നെ ഉള്ളൂ കേട്ടോ. വരുമ്പോൾ അത് വെന്ത് വരട്ടെ, നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കാം. വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. നമ്മളിത് ഇടയ്ക്ക് വെന്തോ എന്നുള്ളത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പണാക്കി നോക്കുവാണ്. ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ആ അരിയുടെ ഒരിത് വീർത്ത് വരുന്നതാണ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ വേകട്ടെ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ, ചെറിയ തീയിലാണ് വേവിക്കുന്നത്. ഒരു 10-15 മിനിറ്റ് എടുക്കണം കേട്ടോ അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചാലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ. അത് ഒരുപാട് വെന്തിട്ട് അതൊന്ന് കുഴഞ്ഞു പോയിട്ട് അതെല്ലാം കൂടെ ഊർന്ന് താഴോട്ടിറങ്ങും. അപ്പം നമ്മൾ കണ്ടില്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണാം അതൊന്നും ആയിട്ടില്ല. അപ്പം നമുക്കിത് മുഴുവനെ തന്നെ കിട്ടണമെങ്കിൽ വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ചെറിയ തീയിലിട്ട് വേവിക്കണം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മുടെ ക്യാപ്സിക്കം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പുറത്ത് ചിക്കനാണ്, അത് ശ്രദ്ധിക്കേണ്ട. നമ്മുടെ ക്യാപ്സിക്കം ബിരിയാണി ഇവിടെ റെഡിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കണ്ടോ ക്യാപ്സിക്കം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, അത് മേലേക്ക് വന്നാണ്ടോ, വെന്തിട്ട് അത് മേലേക്ക് വന്നാണ്. ഓക്കെ, നമ്മളിനിയിപ്പോൾ തീ ഓഫാക്കിയിട്ട് സെർവ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഞാൻ തീ ഓഫാക്കണേ. ഇത് കണ്ടോ, ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എൻ്റെ ദൈവമേ ഗൈസ്, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇനിയിപ്പോൾ അത് കട്ടാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കാരണം ഇപ്പോൾ ചൂടോടെ ഇരിക്കുകയില്ല. അപ്പം ചൂടോടെ തന്നെ ഞാൻ കട്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഞാനതൊന്ന് കട്ടാക്കിയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് മൂടി ഒന്ന് ഇളക്കാം. ഈ മൂടി ഒന്ന് ഇളക്കണം. ഇടയ്ക്കിടയ്ക്ക് വെട്ടം പോകുന്നുണ്ട്. മൂടി ഇളക്കാനായിട്ട് ഞാൻ ഇതാക്കുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ക്യാപ്സിക്കം ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ, ഇപ്പം തന്നെ നിങ്ങൾക്ക് നാക്കിൽ വെള്ളം ഊറിക്കൊണ്ടിരിക്കുകയായിരിക്കും.
നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും, ഞാൻ ഗ്യാരണ്ടിയാണ്. ഇപ്പം ഞാൻ കട്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് തണുത്തതിന് ശേഷം തിന്നണം, അല്ലെങ്കിൽ വായ പൊള്ളും. വായ പൊള്ളിയിട്ട് പിന്നെ എന്നെ പറയരുത് കേട്ടോ. അപ്പോൾ കുറച്ച് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് മാറ്റി കഴിക്കുക. ക്യാപ്സിക്കത്തോട് കൂടി ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ക്യാപ്സിക്കം പൊളിച്ച് മാറ്റിയിട്ട് അതിനകത്തുള്ളത് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ചിക്കൻ ഞാനിപ്പോൾ അടപ്പ് മാറ്റി കാണിച്ചു തരാം. നട്ട്സും ചിക്കനൊക്കെ അതിൻ്റെ അകത്തിരുന്നിട്ട് വെന്തിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ, സൂപ്പർ സ്മെല്ലാണ്, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.